ധന്യേ ബാലരാമപുരത്ത് മുറുക്ക് കച്ചവടം നടത്തുന്ന പാവപ്പെട്ട സ്ത്രീകളുണ്ട്. ശരിക്കും പച്ച പിടിക്കുന്നില്ല ഈ പുതിയ സാധനങ്ങളൊക്കെ വന്നതോടുകൂടി. അൽഫാം മാത്രമല്ല, ഈ പാക്കറ്റിലുള്ള 10 രൂപയുടെ സാധനം ലേസ് എന്നൊക്കെ പറഞ്ഞ് വന്നതോടുകൂടി അവരുടെ മുറുക്ക് കച്ചവടം എല്ലാം കഷ്ടമുണ്ട്. ആ സ്ത്രീകൾ കണ്ണീരും കയ്യുമായിട്ടാണ് ഈ മുറുക്കുണ്ടാക്കുന്നത് അവിടെ, അല്ലേ? വീടുകളിൽ തന്നെ ഉണ്ടാക്കി വലിയൊരു. ഇനിയിപ്പോൾ അവിടുത്തെ അമ്മമാർക്ക് പുതിയ മാർക്കറ്റുകൾ ഇടാം. രാവിലെ വരുന്ന ട്രെയിൻ തിരുവനന്തപുരത്ത് ഒന്ന് കയറി കഴിഞ്ഞാൽ കണ്ണൂരിറങ്ങി അത് വിൽക്കാം. കറുമുറയെ കടിക്കുന്ന പണ്ടൊരു അപ്പം വിൽപ്പന ഗോവിന്ദൻ മാഷ് പറഞ്ഞിട്ടുണ്ടല്ലോ. അയ്യോ, അപ്പം എന്ന് പറയുന്ന ഉണ്ണിയപ്പത്തെ ഉദ്ദേശിച്ചാ അത് വളിച്ചു കഴിഞ്ഞപ്പോൾ രണ്ടായിട്ട് മുറിച്ച് കഴിഞ്ഞപ്പോൾ വെറും നൂലിങ്ങനെ വരിക, പുഴുവൊക്കെ അരിക്കുന്നു. അത് പോയിട്ട് അതങ്ങ് വിട്ടേക്ക്, തൊടല്ലേ, തൊട്ടാ വയറിന് അസുഖം, തൊടല്ലേ. ഇത് വേറെ അതെന്തോന്ന്. അല്ലെങ്കിൽ തന്നെ മീറ്റർ ഗേജ് എന്ന് പറയുന്ന കാലഹരണപ്പെട്ട സമ്പ്രദായത്തിൽ ഓടുന്ന ട്രെയിനും കൊണ്ട് ഈ പുതിയ കാലത്ത് വന്നു കഴിഞ്ഞാൽ വല്ലതും വിജയിക്കും. എൻ്റെ തന്നെ എത്ര തല്ലിപ്പൊളിച്ചോ കമ്മീഷൻ കിട്ടും. അതാണല്ലേ. എനിക്ക് ആ ബുദ്ധി പോയില്ല, നേർബുദ്ധി കേൾക്കും പറഞ്ഞു. ഇനി പോട്ടെ, നമ്മളത് വിടാം. അവരൊരു കാലത്ത് നന്നാവുമല്ലോ, നമുക്ക് നോക്കാം. അതായത് ഇത് ബ്രോഡ് ഗേജിലുള്ളതാണ്. ഈ ബ്രോഡ് ഗേജിലുള്ളത് തിരുവനന്തപുരത്ത് നിന്ന് കേവലം 3 മണിക്കൂർ, 1, 2, 3 മണിക്കൂറാകുമ്പോൾ കണ്ണൂരെത്തും. അടുത്ത ട്രെയിന് അതെല്ലാം വിറ്റ് കഴിഞ്ഞിട്ട് അവിടുത്തുകാർ സഹകരിക്കും. പുതിയൊരു സാധനം കിട്ടുകയല്ലേ ഇവിടെ. ഇതിലെ കറുമുറ ഇങ്ങനെ വലിയ മുറുക്കെന്ന് പറയുന്നത് അപൂർവമായിപ്പോൾ. ചെറിയ മുറുക്ക്, തട്ടിപ്പ് മുറുക്കുകൾ, മുറുമുറാന്നിരിക്കുന്ന മുറുക്കുകളാണ്. അത്തരം മുറുക്കുകളൊക്കെ പോയിട്ട് നല്ല മുറുക്ക് ബാലരാമപുരത്തിൻ്റെ ക്വാളിറ്റി വോക്കൽ ഫോർ ലോക്കൽ അതും കൊണ്ട് കണ്ണൂർ പോയി വിറ്റിട്ട് വരും. മാർക്കറ്റ് പിടിക്കും അവർ. നോക്കിക്കോ, സ്ത്രീകൾ അവരുടെ ജീവിതം മെച്ചപ്പെടും, ഗുണനിലവാരം മെച്ചപ്പെടും. അത്തരത്തിൽ വരാൻ പോകുന്നു പുതിയ പദ്ധതി. 15 ദിവസത്തിനകം പ്രഖ്യാപനം. ആര് പ്രഖ്യാപിക്കും? ഈ ശ്രീധരൻ പ്രഖ്യാപിക്കും. ഈ ശ്രീധരൻ, മെട്രോ മാൻ ഈ ശ്രീധരൻ. ആര് പറഞ്ഞിട്ട് പ്രഖ്യാപിക്കാൻ? ആരാ അനുവാദം കൊടുത്തത്? നരേന്ദ്രമോദി. തിരുവനന്തപുരത്ത് വന്ന് പ്രഖ്യാപിക്കാനിരുന്നതാ. ഇപ്പം വേണ്ട, സാവകാശത്തിൽ മതി. 15 ദിവസം കൂടി കഴിഞ്ഞ്. എത്ര കോടിയാ ചിലവെന്നറിയാമോ? 200 കോടി രൂപ ചെലവിൽ നടപ്പാക്കുകയാണ്. 70% കേന്ദ്രം കൊടുക്കും, 30% സംസ്ഥാനം കൊടുത്തേ പറ്റൂ, നിർബന്ധിതരാവും. കാരണം ഇതുപോലൊന്ന് കേരളം ഇനി ഒരിക്കലും കണ്ടിട്ടില്ല. പിന്നെ ഇത്രയും സ്പീഡിൽ പോകുമ്പോൾ ഇതെല്ലാം കുഴപ്പമായി തീരുമോ? വണ്ടി മറിഞ്ഞു പോവുമോ? പേടിക്കണ്ട. 2 വശത്തും മതിൽ കൊണ്ട് താങ്ങും, അതിന് മറിയാൻ പറ്റില്ല. അത് ട്യൂബ് പോലാണ് അത് പോകുന്നത്. ഒരുപാട് സംശയങ്ങൾ വരാം ആളുകൾക്ക്, ഇങ്ങനെ വിമർശനങ്ങളും വരാം. പിന്നെ കവച് സംവിധാനത്തിൽ കൂടാ പോകുന്നത്. ഒരു തരത്തിലും ആ വണ്ടി എതിരെ ഒരു വണ്ടി വന്നാൽ പോലും ഇടിക്കില്ല. മനസ്സിലായില്ലേ? സ്വയം ഓട്ടോമാറ്റിക്കാണ്. ബെൻസ് കാർ നിൽക്കുന്ന കണ്ടിട്ടില്ലേ? ഒരു തടസ്സം കണ്ടാൽ അവൻ അപ്പം നിൽക്കും. ഡ്രൈവർ പറയാം, എടാ വിടാടാ. ഡ്രൈവറുടെ വണ്ടി പറയും, നിർത്തടാ അവിടെ എന്ന് പറയും. മനസ്സിലായില്ലേ? അതേ സംവിധാനത്തിൽ കൂടെയാണ് ഇത് പോകുന്നത്. കവച് സംവിധാനത്തിൽ കൂടെ പൂർണ്ണ സുരക്ഷ, കിടന്നുറങ്ങാം, ഒരു പ്രശ്നവുമില്ലാതെ കിടന്നുറങ്ങാം. സുരക്ഷിതമായിട്ട് നിങ്ങൾ കണ്ണൂരെത്തുന്ന 3 മണിക്കൂർ കൊണ്ട്. മനസ്സിലായോ? അതാണ് ട്രെയിൻ, അതാണ് ഗ്യാരൻറ്റി, മോഡിയുടെ ഗ്യാരൻറ്റിയാണ്. ഇത് മറ്റേ റെയിൽ പോലല്ല. കക്കൂസിനകത്തും കുളിമുറിക്കകത്തും ഒക്കെ കൊണ്ടുവന്ന് മഞ്ഞക്കുറ്റി അടിച്ചിട്ട് ജനങ്ങൾക്ക് ബാത്റൂമിലും പോകണ്ട, കക്കൂസിലും സമാധാനമായിട്ടൊന്നും പോകണ്ടാത്ത അവസ്ഥ. വസ്തു വിൽക്കാനും പറ്റത്തില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ പല സ്ഥലങ്ങളിലുമുള്ള ആൾക്കാർ. അതെല്ലാം മാറും. അപ്പോൾ ചോദിക്കും, ഇതിന് സ്ഥലം വേണ്ടേ ചോദിക്കത്തില്ലേ? നമ്മുടെ മനസ്സിൽ സംശയം. വലുതായിട്ടൊന്നും വേണ്ടി വരത്തില്ല. എന്താണെന്നറിയാമോ? ഇതിൻ്റെ 70% എലിവേറ്റഡ് സർഫസിൽ കൂടെ കൊടുക്കുന്നത്. എലിവേറ്റഡ് സർഫസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മെട്രോ ഇപ്പോൾ ഓടത്തില്ലേ, അതുമാതിരി ആകാശത്തിൽ കൂടെ ഓടുന്നതിന് സ്ഥലമെടുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല, അതിൽ കൂടെ അങ്ങ് ഓടിക്കോളും. പിന്നെ ബാക്കിയുള്ളതിൽ 20%, 25% പോകുന്നു തുരങ്കത്തിൽ കൂടിയാണ്. തുരങ്കങ്ങൾ. ആ തുരങ്കങ്ങൾ ഉണ്ടാക്കി അതിനകത്ത് കൂടെ അങ്ങ് പോയിക്കോളും. ആർക്കും ഒരു കുഴപ്പമില്ലാതെ അങ്ങ് പോയിക്കോളും. ആരുടെ സ്ഥലം ഏറ്റെടുക്കുന്നില്ല. പിന്നെ ബാക്കിയുള്ളത് കേവലം 5% ലാൻഡ് ക്ലെയിം ചെയ്യേണ്ടി വരും, അക്വയർ ചെയ്യേണ്ടി വരും. ഈ അക്വയർ ചെയ്യുന്ന ലാൻഡിനെ സംബന്ധിച്ച് ഒരു 3 ഇരട്ടിയാണ് ആളുകൾക്ക് വില കിട്ടുന്നത്. റെയിൽവേക്ക് ലാൻഡ് കൊടുക്കാൻ ഇപ്പോൾ എല്ലാവർക്കും വലിയ സന്തോഷമാണ്. കോടീശ്വരന്മാരായിട്ട് വലിയ വീടുകളും വെച്ചുകൊണ്ടിരിക്കുന്നവരെ ഞാൻ ധാരാളമായിട്ട് കാണുന്നുണ്ട്. റെയിൽവേക്ക് ഭൂമി വിട്ടിട്ട് 3 ഇരട്ടിയാണ് വില. കോടികളാണ്, ലോട്ടറി അടിച്ച പോലെ. ഇപ്പോൾ കണ്ടില്ലേ, ക്രിസ്മസ് ബമ്പർ അടിച്ചില്ലേ, അത് കോട്ടയത്തിനാണ് കിട്ടിയത്. അതുപോലെ ഉള്ള തുകയാണ് കിട്ടാൻ പോകുന്നു. ബമ്പർ അടിച്ച് കോടീശ്വരന്മാർ സന്തോഷമായിട്ട് ഇരിക്കുന്നവരെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അത് പേര് പറയുന്നില്ല. അങ്ങനെയുള്ള സംവിധാനമാണ്. എന്നിട്ടോ ട്രെയിൻ ഇതിലൂടെ ട്യൂബ് നിർമ്മിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ആളുകൾക്ക് തന്നെ ഈ സ്ഥലം എടുക്കാം. കാരണം എന്താണ്? മറ്റ് ട്രെയിൻ പോലല്ല, 2 വശവും പ്രൊട്ടക്റ്റഡായി ട്രെയിനിൻ്റെ. ബാക്കി സ്ഥലങ്ങളിൽ കൃഷിയൊക്കെ ചെയ്യാം.
കൃഷിയൊക്കെ ചെയ്യാനേ പറ്റൂ എന്ന് വിചാരിച്ച് കെട്ടിടമൊന്നും നിർമ്മിക്കാൻ സമ്മതിക്കുകയല്ല, ജന്മത്തിൽ വിചാരിക്കേണ്ട, അത് നടക്കുകയല്ല. അവർ സമ്മതിക്കുക, സുരക്ഷിതത്വത്തെ ബാധിക്കും. അത് കൃത്യമായിട്ടും വ്യക്തമായിട്ടും സ്ട്രെയിറ്റ് ഫോർവേഡായിട്ടും ശ്രീധരൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അത്തരം ഒരു ട്രെയിനാണ് വരുന്നത്. ട്രിവാൻഡ്രം കണ്ണൂർ 3 മണിക്കൂർ കൊണ്ട് എത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടം വരെ ഉള്ളൂ എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. സ്പീഡ് എത്രയാണെന്നറിയാമോ? 200 കിലോമീറ്റർ മണിക്കൂറിൽ. 200 കിലോമീറ്റർ സ്പീഡിലൊക്കെ കത്തിച്ച് പോവും. നിന്നാൽ നിമ്പോൾ ഒരൊറ്റ പോക്കാ. ഇന്നലെ വന്നിരുന്ന നമ്മുടെ പുതിയൊരെണ്ണം ഉണ്ടല്ലോ, പുതിയൊരെണ്ണം ഇറങ്ങണം, അല്ല അമൃത ഭാരത്. അമൃത ഭാരത് കണ്ട കൊതിച്ചു പോകും കേട്ടോ. ഓറഞ്ചിൻ്റെ കളറിൽ തന്നെ മാലകളിട്ടിട്ടാണ്. അത് ഇപ്പം ഒരു ദിവസത്തേക്കേ കാണൂ. എന്തൊരു മനോഹരമായ സീറ്റ്. ഒരൊറ്റ ഒരെണ്ണം ദൈവത്തിനാണ് AC ഇല്ലേ, പക്ഷേ അതിനകത്ത് കയറി ഇരിക്കാൻ തോന്നും. പിന്നെ നീളത്തിൽ എത്ര ഇതൊന്ന് പോയി ഇപ്പോൾ പോകുമെന്ന് വിചാരിച്ച് കോച്ചുകൾ പുറകെ അങ്ങ് കണക്കിയിട്ടിരിക്കുക. ഇവിടെ മുൻവശം ചെന്നിട്ട് നമ്മുടെ ചാലക്കുടിയിലെത്തിക്കഴിഞ്ഞാൽ പിൻവശം ചെല്ലുമ്പോൾ അത് തൃപ്പൂണിത്തറ നിൽക്കത്തേ ഉള്ളൂ. ആ രീതിയിൽ എന്തൊരു നീളമാണ്, എൻ്റെ ബ്രഹ്മാണ്ഡ നീളമാണ്. അപ്പോൾ അതിൻ്റെ ഗുണം എന്താ? എത്ര പേർക്ക് വേണമെങ്കിലും ഇരിക്കാം. അതാണ് അതിൻ്റെ ഒരു ഗുണം. സീറ്റുകൾക്ക് വേണ്ടി അതേ തൂങ്ങിക്കിടക്കുക, പിടച്ച് കിടക്കുക, വാതുക്ക ഇരിക്കുക, ഈ പരിപാടിയൊന്നും അതിനകത്ത് വേണ്ട. മനോഹരമായ സീറ്റുകൾ, കംഫർട്ടബിൾ, വിദേശ രാജ്യത്ത് ഓടുന്ന ട്രെയിനുകൾ പോലെ മനോഹരം. അതൊക്കെ മോദിയുടെ പ്ലാനിലുള്ളതാണത്. അതുപോലെയുള്ള മനോഹരമായ ട്രെയിൻ തന്നെയായിരിക്കും ഇത്. അതുപോലെ തന്നെ കോച്ചുകൾ ധാരാളം ഉണ്ടായിരിക്കും. പക്ഷേ ഇത് നമ്മളിത് സ്വപ്നം കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ, ഇനി ഒരു 4 വർഷമെങ്കിലും എടുക്കും. അപ്പോൾ കറക്റ്റാണ്. 4 വർഷമെന്ന് പറയുമ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പ് വരും. അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ BJP വരും. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആരാ BJPക്ക് പിന്നെ വോട്ട് ചെയ്യാത്തത്? അതിൽ കൂടെ ഒക്കെ പോയി കഴിയുന്നവർ പിന്നെ BJPക്ക് കുത്തു, അല്ലെങ്കിൽ BJPക്ക് പ്രസ് ചെയ്യൂ, അല്ലേ, EVM-ൽ. ആ രീതിയിൽ ഉള്ള ഒരു സംവിധാനമാണ് ഇപ്പോൾ. അതാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. കേരയിൽ എന്ന് പറഞ്ഞാൽ അതെല്ലാം നോക്കാമെന്ന് പറഞ്ഞു. ഇപ്പോൾ ആ സമയമായപ്പോൾ പ്ലാൻ നോക്കിക്കണം. 4 വർഷം കഴിയുമ്പോൾ അത് BJPക്ക് അതിനൊരു ഗുണഫലം കിട്ടും എന്നുള്ളതാണ്. 25% തുരങ്കം വഴി, 5% ലാൻഡ് വഴി വിമാനത്താവളങ്ങളെ ബന്ധിപ്പിക്കും. കേരളത്തിലെ സർവ്വമാന വിമാനത്താവളങ്ങളെയും ബന്ധിപ്പിക്കും. ഇപ്പോൾ കേരളം നേടുന്ന ഏറ്റവും വലിയൊരു നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് പോകുന്ന കാര്യമാണ്. കൊച്ചി നഗരത്തിൽ നിന്ന് ഫ്ലൈറ്റിൻ്റെ സമയത്തിന് അങ്ങ് എത്താൻ പറ്റില്ല. ട്രാഫിക് ഗതാഗതത്തിന് അടുക്കി വരണം. മനസ്സിലായില്ലേ? അവിടെ ഒരു കാലടിയിലൊരു ബ്ലോക്കുണ്ട്. അവിടെ കിടന്ന ജനങ്ങൾ, അങ്ങനെയാണല്ലോ സുരേഷ് ഗോപി ഒരിക്കൽ അവിടെ ഇറങ്ങിയിട്ട് ബഹളമുണ്ടാക്കി അവിടെ കുറച്ച് ആശ്വാസം ഉണ്ടാക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ഇപ്പോഴും പഴയപടി. എന്തുമാത്രം വണ്ടികളാണ് വരുന്നതെന്നറിയാം. 4 വശത്തുനിന്നും ഒരു രക്ഷയില്ല. നമ്മൾ വിട്ടു പോകുമ്പോൾ ഫ്ലൈറ്റ് അതിൻ്റെ പാട്ടിനും പോകും, നമുക്ക് വേണ്ടി കാത്തിരിക്കും. ഇപ്പോൾ അത് തിരുവനന്തപുരം എയർപോർട്ട്, ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നെടുമ്പാശ്ശേരി എയർപോർട്ട്, അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളം, അതും കഴിഞ്ഞാൽ പിന്നെ കണ്ണൂർ വിമാനത്താവളം. ഈ എല്ലാ വിമാനത്താവളങ്ങളുടെയും സ്റ്റോപ്പുണ്ട്. അതുവഴിയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് പെട്ടിയും കിടക്കയൊക്കെ എടുത്തുകൊണ്ട് വന്നാൽ മതി. അതിലിരുന്നിട്ട് ആ സ്റ്റോപ്പ് ആകുമ്പോൾ ഇറങ്ങി അങ്ങ് പോയേച്ചാൽ മതി. ഒരു കാറും വിളിക്കേണ്ട, അതിന് വേണ്ടി പൈസയും കളയണ്ട, യാതൊന്നും കഷ്ടപ്പെടുകയും വേണ്ട. നേരെ വിമാനത്താവളത്തിൽ അവിടെ നിന്ന് എത്താം. മനസ്സിലായില്ലേ? ആ രീതിയിലുള്ളൊരു സംവിധാനമാണ്. ഇതുപോലെ നമുക്ക് എന്തിനാ ഈ കെയറയിലുമൊക്കെ? കെയറയിൽ വേറൊരിടത്തൂടെ പോയി വല്ലവൻ്റെയും ഭൂമി എടുത്തുകൊണ്ട് എന്തിനാണ് ഇങ്ങനെ പോകുന്നത്? ഇത് റെയിൽവേക്ക് അടുത്തുകൂടിയായിരിക്കും ഏറെക്കുറെ പോകുന്നത്. അല്ലാത്ത സ്ഥലങ്ങളിൽ കൂടെ വേറെ അറേഞ്ച്മെൻറ്റ് നടത്തും എന്നാണ് പറയുന്നത്. സ്ഥല ഉടമയ്ക്ക് കൃഷിയും ചെയ്യാം. ഇതാണ് ഈ ശ്രീധരൻ കൊണ്ടുവരി. ശ്രീധരൻ ഇപ്പോൾ അതിൻ്റെ ഓഫീസ് തുറന്നു കഴിഞ്ഞു. ഇതിൻ്റെ അതിദൂര റെയിൽവേയുടെ അതിവേഗ റെയിൽവേയുടെ ഓഫീസ് അവിടെ തുറന്നു കഴിഞ്ഞു, പ്രവർത്തിച്ചു തുടങ്ങിക്കഴിഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞാൽ പ്രഖ്യാപനം നടത്തുന്നത്. അല്ലാതെ പ്രഖ്യാപനം നടത്തി മാസങ്ങൾ കഴിഞ്ഞിട്ട് ഓഫീസ് പതുക്കെ തുറന്ന് അതിൻ്റെ ഉദ്ഘാടനം അങ്ങനെയല്ല. ഓഫീസ് ഉദ്ഘാടനം കഴിഞ്ഞു. ഈ ശ്രീധരൻ പ്രവർത്തന നിരതനായി. ഈ വയസ്സിലും അദ്ദേഹം കർമ്മനിരതനായിട്ട് അദ്ദേഹം പറഞ്ഞതാണ്. 4 വർഷം കഴിയുമ്പോൾ 5ാമത്തെ വർഷം നമുക്ക് ഈ സൗകര്യം യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടാൻ പോവുകയാണ്. ഇതാണിപ്പോൾ സംഭവിക്കാൻ പോകുന്നത്. നല്ല കാര്യമല്ലേ ഇത്? ഇതാണ് അതിവേഗം. റെയിലിന് പകരം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പാര അതിവേഗ റെയിൽ അവിടെ അടിച്ചെടുത്തു. ഇപ്പം ശ്രീധരനെ പോയി കണ്ടു, മുഖ്യമന്ത്രിയൊക്കെ പോയി ചർച്ച നടത്തി, കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ. മനസ്സിലായില്ലേ? അപ്പോൾ പുള്ളി ഉത്സാഹത്തിലാണ്. ഇതിൻ്റെ പേരിലെങ്കിലും കുറച്ച് കമ്മീഷൻ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. സ്കോപ്പ് കുറവാണ്. 5% ഉള്ളൂ ലാൻഡ് ഏറ്റെടുക്കാം. നമുക്ക് നോക്കാം. 5 വർഷം കഴിയുമ്പോൾ നമ്മുടെ മക്കളെങ്കിലും സുഖമായിട്ട്, നമ്മുടെ മക്കളല്ല ധനിക്കുമൊക്കെ സുഖമായിട്ട് പോകാം, അല്ലേ? അതിൽ കൂടെ കയറി ഒന്ന് സവാരി ഗിരിഗിരി, അല്ലേ, ഉഷാറാക്കണം. ശരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.